കാത്തിരിക്കുവാൻ ആരൊക്കെയോ ഉണ്ടെന്ന പ്രതീക്ഷകളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. വീട്, കുടുംബം, സ്നേഹബന്ധങ്ങൾ. സ്വപ്നങ്ങൾ നഷ്ടമായവരുടെ വേദനയുടെ ആഴം അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. അന്തിയുറങ്ങാനിടമില്ലാതെ കടത്തിണ്ണകളിൽ അഭയം തേടിയവർ, പുഴുവരിക്കുന്ന മുറിവുമായി തെരുവിൻ്റെ ഇരുളിലെവിടെയോ തളർന്നുറങ്ങുന്ന വയോവൃദ്ധർ, നൊന്തുപെറ്റ മാതാവിന് പോലും വേണ്ടാതായി ഇരുളിലെവിടെയോ ഉപേക്ഷിക്കപ്പെട്ട് ഉറുമ്പരിച്ച ശരീരം, ഒടുവിൽ തെരുവിൻ്റെ ബാല്യങ്ങളായവർ. പ്രതീക്ഷയുടെ വാതിലുകളെല്ലാം അടഞ്ഞപ്പോൾ ജീവിക്കാൻ വേണ്ടി മാത്രം അന്യനു മുമ്പിൽ കൈനീട്ടി ഭിക്ഷാടനം നടത്തുന്നവർ. തെരുവുകൾക്ക് ഓരോന്നും പറയാനുണ്ടാകും, കണ്ണീര് വറ്റിപ്പോകുന്ന ഒരുപാട് കഥകൾ. കൺമുമ്പിലെ ഈ നൊമ്പര കാഴ്ചകളിൽ നിന്ന് രൂപം കൊണ്ടതാണ് ദാറുസലാം ശാന്തി ഭവനം. മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് തൃശൂർ നാഷണൽ ഹൈവേയിൽ രണ്ടത്താണി പൂവഞ്ചിനയിലാണ് ഒരേക്കറിലധികം സ്ഥലത്തായി ആരംഭിച്ച ശാന്തി ഭവനം. കുട്ടികൾ മുതൽ വയോവൃദ്ധർ വരെയുള്ള നിരാലംബർക്ക് അഭയകേന്ദ്രമെന്ന് വലിയ സ്വപ്നം മുൻനിർത്തി ആരംഭിക്കുന്ന ശാന്തിഭവന്റെ ആദ്യഘട്ടമാണ് ഫൗണ്ടലിംഗ് ഹോം. ഒരു ദിവസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളെ എല്ലാ പരിചരണവും നൽകി സംരക്ഷിക്കുന്ന കേന്ദ്രമാണ് ഫൗണ്ടലിംഗ് ഹോം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാനിപ്പോൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ശതക്കണക്കിന് പിഞ്ചു പൈതങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നുണ്ട്. മാതാപിതാക്കൾ ആരാണെന്നറിയാത്ത, ഊരും പേരും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, വീടും നാടുമില്ലാത്ത
ഈ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ഒരാവശ്യമാണ്, കാലഘട്ടത്തിൻ്റെ പ്രത്യേക ആവശ്യമാണ്. അതല്ലെങ്കിൽ അവരുടെ ജീവന് ഹാനി വന്ന് അവർക്ക് ജീവഹാനി സംഭവിക്കാനുണ്ടാവുക. അവരെ സംരക്ഷിക്കുവാനുള്ള കൗൺസിലിംഗ് ഹോമുകൾ നാടുനീളെ ഉണ്ടാവേണ്ടതുണ്ട്. കേരളത്തിൽ അത് വളരെ വിരളമാണ്. ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ള മലപ്പുറം ജില്ലയിൽ ഒറ്റ കൗൺസിലിംഗ് ഹോമുകൾ ഇല്ല. അപ്പോൾ അത് ദുഃഖകരമായൊരവസ്ഥയാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് ധാരാളം കുട്ടികൾ ഇങ്ങനെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരായുണ്ട്. ഇവരെ സംരക്ഷിക്കുവാനുള്ള കൗൺസിലിംഗ് ഹോമുകൾക്ക് രൂപം നൽകി അവരെ സംരക്ഷണം ഏറ്റെടുക്കുവാൻ ചില ചെറുപ്പക്കാർക്ക് മുന്നോട്ട് വന്നു. യുവത കൾച്ചറൽ ഓർഗനൈസേഷൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുന്നു. യുവാക്കളുടെ ഈ ശ്രമത്തിന് എല്ലാവിധ പിന്തുണയും നൽകുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്, കടമയാണ്. അത് ഞാൻ നിലനിർത്തുന്നു. അതുകൊണ്ട് 6 വയസ്സ് വരെ ഈ കുട്ടികളെ സംരക്ഷിച്ച് പിന്നീട് അവരെ സംരക്ഷിക്കാൻ കഴിയുന്ന സുരക്ഷിതത്വമുള്ള കരങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെയും സംരക്ഷിക്കുക എന്നത് ഏറ്റെടുത്ത ഈ ഓർഗനൈസേഷന് എല്ലാവിധ സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകണമെന്ന് ഞാൻ വളരെ അഭ്യർത്ഥിക്കുകയാണ്. സഹൃദയരായ എല്ലാവരുടെയും ശ്രദ്ധ ഇതിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ കുഞ്ഞിനും പ്രതീക്ഷയുടെ ഒടുവിലത്തെ അഭയകേന്ദ്രമാണ് അമ്മ. ആ അമ്മയ്ക്ക് പോലും കുഞ്ഞിനെ വേണ്ടാതാകുമ്പോൾ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുവാനും തെരുവിൽ വലിച്ചെറിയുവാനും എങ്ങനെ ഒരമ്മയ്ക്ക് കഴിയുന്നു? കരളുരുകുന്ന ജീവിതാനുഭവങ്ങളാകാം ഒരമ്മയെ ഈ കൊടും ക്രൂരതയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. ബന്ധങ്ങൾ വേർപെടുമ്പോൾ മാതാപിതാക്കൾക്ക് ഭാരമായിത്തീരുന്നു ചിലപ്പോഴെങ്കിലും മക്കൾ. അമ്മ നഷ്ടപ്പെട്ട കുരുന്നുബാല്യം കുടുംബത്തിന് അധികപ്പറ്റാകുന്നു. അഭിശപ്ത ജന്മത്തിൻ്റെ ഇരകളാകുന്നവർ അഭിമാനം സംരക്ഷിക്കാൻ ചോരപ്പൈതലിനെ തെരുവിൽ വലിച്ചെറിയുന്നു. കരുണ വറ്റിപ്പോകാത്ത ചിലർ ചോരപ്പൈതലിനെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കുന്നു. ഓരോ വർഷവും 100 കണക്കിന് കുട്ടികളാണ് അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഇവരെ ഏറ്റെടുത്ത് സംരക്ഷിക്കുവാൻ പരിമിതമായ സൗകര്യങ്ങളെ ഇന്ന് നിലവിലുള്ളൂ. മുസ്ലിം സമുദായത്തിൽ പള്ളികളും മദ്രസകളും യത്തീംഖാനകളും ഏറെയുണ്ടെങ്കിലും അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന ഫൗണ്ടലിംഗ് ഹോം ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് സന്നദ്ധ പ്രവർത്തകരായ ഒരു സംഘം ശാന്തിഭവനം എന്ന സ്വപ്നവുമായി സമൂഹത്തിലേക്ക് കടന്നുവരുന്നത്. കുഞ്ഞുങ്ങളെല്ലാം ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. അവനെ ഇരുൾ മൂടുന്ന ജീവിത വഴികളിൽ എത്തിക്കുന്നത് ജീവിത സാഹചര്യങ്ങളാണ്. മാതൃത്വത്തിൻ്റെ പരിലാളനം ലഭിക്കാതെ പോയവർക്ക് സ്നേഹത്തിൻ്റെ, സുരക്ഷിതത്വത്തിൻ്റെ തണൽക്കൂട് ഒരുക്കി കൊടുക്കുക. സുരക്ഷിതമായ മറ്റൊരു കരങ്ങളിലെത്തും വരെയും അതിനുശേഷവും അവരുടെ സ്വന്തം വീടായിത്തീരുക. ശാന്തിഭവനം ലക്ഷ്യം വയ്ക്കുന്നത് ഈ സ്വപ്നമാണ്.
ദാറുസലാം ഫൗണ്ടലിംഗ് ഹോം നിർമ്മാണത്തിനും അതിൻ്റെ തുടർഘട്ടങ്ങളിലും കൂടെ നിൽക്കുവാൻ, പിന്തുണയ്ക്കുവാൻ ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. الله الذي يهدينا جميعا، الله الذي نعتز به جميعا. الله والله 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 الله والله 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 الله الذي يهدينا جميعا، الله الذي نعتز به جميعا. الله والله 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 الله والله 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 الله والله 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 الله